ചോറിനും ചപ്പാത്തിക്കും ഇതുപോലൊരു വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടെങ്കിൽ അടിപൊളി. 30 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം വെണ്ടയ്ക്ക മപ്പാസ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി 10-12 വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക. 4 മിനിറ്റിന് ശേഷം ചൂടായ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. അതേ എണ്ണയിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത്, 6 വെളുത്തുള്ളി അരിഞ്ഞത്, 3 പച്ചമുളക് നടുവേ കീറിയത്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. 30 സെക്കൻഡ് നേരം ഇളക്കി വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. 30 സെക്കൻഡിന് ശേഷം ഒരു സവോള നീളത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. 3 മിനിറ്റിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റുക. 3 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്ക ചേർക്കുക. നന്നായി ഇളക്കുക. പിന്നെ 1 കപ്പ് രണ്ടാം പാൽ ചേർക്കാം. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് കട്ടിയുള്ള 1-ാം പാലും ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1-ാം പാല് ചേർത്തതിന് ശേഷം ഒരു കാരണവശാലും തിളപ്പിക്കരുത്. പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മൂടി അടച്ച് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വെക്കുക. അപ്പോഴാണ് എല്ലാം സെറ്റ് ആവുള്ളൂ. സ്പെഷ്യൽ വെണ്ടയ്ക്ക മപ്പാസ് തയ്യാർ. ചോറിനും ചപ്പാത്തിക്കും കഴിക്കാം. ഈ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 4 പേർക്ക് കഴിക്കാനുണ്ടാവും. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.